ഹലോ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മുട്ടുവേദനയുള്ളവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് ഈസി എക്സസൈസസ് ആണ്. അപ്പോൾ നിങ്ങൾ എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ്സ് മാറ്റി വെച്ച് ഡെയിലി ഈ എക്സസൈസ് രാവിലെയും പറ്റുമെങ്കിൽ വൈകിട്ടും ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ടുവേദന നല്ലൊരു ആശ്വാസം കിട്ടുകയും നിങ്ങളുടെ മുട്ടു തേയ്മാനം കൂടി വരുന്നത് ഇല്ലാണ്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളത് ജ്യോതിയാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും അറിയാൻ പറ്റും ജ്യോതിനെ. മിക്കവരും എൻ്റെ ഫ്രണ്ടാണ് ജ്യോതി എന്നാണ് പറയുന്നത്. അപ്പോൾ ജ്യോതിയുടെ ആണ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരുന്ന എക്സസൈസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് മുട്ടിന് ചുറ്റുള്ള മസിൽസിനെ ഒന്ന് സ്ട്രോങ് ആക്കാനുള്ള ഒരു എക്സസൈസാണ്. നമ്മളിതിനെ പറയുന്ന ഐസോമെട്രിക് എക്സസൈസ് എന്നാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു റോൾ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ടവലൊന്ന് മടക്കി ഈ ഒരു രീതിയിൽ എടുക്കുക. എന്നിട്ട് ആദ്യം ഇത് മുട്ടിൻ്റെ അടിയിൽ വെക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ഈ റോളിനെ നമ്മൾ മുട്ടുകൊണ്ട് താഴോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ടൈറ്റ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ നമ്മളൊരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. ഇനി റിലാക്സ് ചെയ്യുക മസിലിനെ. ഇത് ഒരു 5 ടൈംസ് ചെയ്യുക. എന്നിട്ടൊരു 5 സെക്കൻഡ്സ് ബ്രേക്ക് ചെയ്യുക. അങ്ങനെ ഒരു ടോട്ടൽ 15 ടൈംസ് ഈ എക്സസൈസ് ചെയ്യുക. നമ്മുടെ അടുത്ത എക്സസൈസ് ഐസോമെട്രിക് ഹാംസ്ട്രിങ്സ് ആണ്. അതിനുവേണ്ടി ഈ റോള് നമ്മൾ ആങ്കിളുടെ താഴെയായിട്ട് വെക്കണം. എന്നിട്ട് കാല് വെച്ച് നീ സ്ട്രെയിറ്റ് ആയിട്ട് കാല് വെച്ച് അത് താഴോട്ട് പ്രസ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇനി റിലാക്സ് ചെയ്യുക. ഇതും ഒരു 5 റെപ്പിറ്റേഷൻ ചെയ്യുക. 5 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക. അതേപോലെ ഒരു 15 റെപ്പിറ്റേഷൻ ചെയ്യുക. ഇനി അടുത്ത എക്സസൈസിന് വേണ്ടി നിങ്ങൾ ആദ്യം മുട്ട് രണ്ടും മെല്ലെ മടക്കി വെച്ച് ഇതേ റോള് നമ്മൾ രണ്ട് മുട്ടിൻ്റെയും നടുവിൽ വെച്ച് അത് സ്ട്രോങ് ആയി അകത്തോട്ട് പ്രസ് ചെയ്ത് നമ്മളത് ഹോൾഡ് ചെയ്ത് പിടിക്കണം. അഗെയിൻ 10 സെക്കൻഡ്സ് ഇത് ഹോൾഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 സെറ്റ്സ് വെച്ച് ബ്രേക്ക് എടുത്ത് ഒരു 15 റെപ്പിറ്റേഷൻ ടോട്ടലി ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത എക്സസൈസ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ദിവാൻ്റെ റോൾ ഉണ്ടെങ്കിൽ ആ റോള്, അല്ലെങ്കിൽ ഒരു കുറച്ച് വലുപ്പമുള്ള റോള് നമ്മുടെ ടവൽ വെച്ചൊന്ന് മടക്കിയിട്ട് ഇത് ഇത്രയൊരു വലുപ്പത്തിലാക്കുക. എന്നിട്ട് അത് നമ്മുടെ മുട്ടിനടിയിൽ വെക്കുക. ആദ്യം എന്നിട്ട് മുട്ട് നമ്മുടെ ആ റോളിലോട്ട് പ്രസ് ചെയ്യുക. മുട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ കാല് മെല്ലെ സ്ട്രെയിറ്റ് ആവുന്ന രീതിയിൽ, മുട്ട് സ്ട്രെയിറ്റ് ആവുന്ന രീതിയിൽ റേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പാദം കുറച്ച് മേലോട്ട് എടുക്കുക. ഈ രീതിയിൽ ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് പാദം നേരെയാക്കി കാല് റിലാക്സ് ചെയ്യുക. ഇനി 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊരു 5 സെക്കൻഡ്സ് വെച്ച് തുടങ്ങിയാൽ മതി. മെല്ലെ 10 സെക്കൻഡ്സിലോട്ട് എത്തിച്ചാൽ മതി. ഇതും ഒരു 10 റെപ്പിറ്റേഷൻ ചെയ്യണം. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നീ സ്ലൈഡ്സ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ കിടന്നുകൊണ്ട് മെല്ലെ മുട്ട് ബെഡിൽ ഇഴുകി മടക്കുകയും മാക്സിമം എത്ര മടക്കാൻ പറ്റും അത്രയും മടക്കുകയും ചെയ്യുക. എന്നിട്ട് മെല്ലെ നീട്ടിക്കൊണ്ടുവരിക. നീട്ടിക്കഴിയുമ്പോൾ ആങ്കിളൊന്ന് മെല്ലെ മേലോട്ട് എടുക്കുക. ഇതാണ് നമുക്ക് നീ സ്ലൈഡ്സിൽ വരുന്നത്. അത് കഴിയുമ്പോൾ അടുത്ത എക്സസൈസ് നമുക്ക് വരുന്നത് സ്ട്രെയിറ്റ് ലെഗ് റേസ് ആണ്. അതായത് മുട്ട് സ്ട്രെയിറ്റായി വെച്ച് ഒരു മുട്ട് മടക്കി വെച്ച് മറ്റേ കാല് മെല്ലെ മേലോട്ട് കൊണ്ടുവരിക. ഈ ലെഗിന് പാരലൽ ആവുന്ന രീതി വരെ കൊണ്ടുവരിക. അവിടെ ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് മെല്ലെ താഴ്ത്തി കൊണ്ടുവരിക. ഇതാണ് സ്ട്രെയിറ്റ് ലെഗ് റേസിൽ വരുന്നത്. അത് കഴിയുമ്പോൾ ഈ കാല് മെല്ലെ പുറത്തോട്ട് കൊണ്ടുവന്ന് എഗെയിൻ മെല്ലെ പൊക്കിക്കൊണ്ട് ഇത്രയും വരെ റേസ് ചെയ്ത് ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. മെല്ലെ താഴ്ത്തിക്കൊണ്ടുവരിക. അപ്പോൾ ഈ ഓരോ എക്സസൈസും നമ്മൾ ഒരു 10 റെപ്പിറ്റേഷൻ ചെയ്യാൻ നോക്കണം. ഇനി 10 റെപ്പിറ്റേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 5 റെപ്പിറ്റേഷൻ ചെയ്ത് കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ 5 റെപ്പിറ്റേഷൻ കൂടെ ചെയ്യുക. അത് 2 കാലിലും ഈ എക്സസൈസ് ചെയ്യണം. നമുക്ക് ഒരു കാലുമുട്ടിലാണ് വേദന എന്നുണ്ടെങ്കിൽ പോലും 2 കാലിലും ഈ എല്ലാ എക്സസൈസും നമ്മൾ ചെയ്യണം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈഡ് ലൈങ് ലെഗ് റേസ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിലോട്ട് ചെരിഞ്ഞ് കിടന്ന് താഴത്തെ കാല് മെല്ലെ കുറച്ചൊന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ മേലത്തെ കാല് മെല്ലെ ഒരു 30 ഡിഗ്രി റേസ് ചെയ്യുക. മുട്ട് മടങ്ങാതെ ഈ ഒരു പൊസിഷനിൽ ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് മെല്ലെ റിലാക്സ് ചെയ്യുക, താഴ്ത്തി കൊണ്ടുവരിക. ഇതാണ് സൈഡ് ലൈൻ ലെഗ് റേസ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 റെപ്പിറ്റേഷൻ ചെയ്യുക. ഒരു 5 സെക്കൻഡ്സോ 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക. 5 റെപ്പിറ്റേഷൻ ചെയ്യുക. അങ്ങനെ ടോട്ടൽ ഒരു 15 റെപ്പിറ്റേഷൻ ചെയ്യുക. അടുത്ത് നമ്മുടെ 2 എക്സസൈസ് ഇരുന്നുകൊണ്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് സിറ്റിംഗ് ലെഗ് റേസ് ആണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതേപോലെ ഇരുന്നിട്ട് ഒരു കാല്
മുട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാം. മാക്സിമം എത്ര സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരാം. അതിനുശേഷം നമ്മുടെ കാലിലെ പാദം കുറച്ച് മേലോട്ട് എടുക്കുക. എന്നിട്ട് ഈ പൊസിഷനിൽ ഒരു 5 to 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞ് മെല്ലെ കാൽപാദം നോർമലാക്കുക. എന്നിട്ട് റിലാക്സ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അടുത്ത നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു റോളോ അല്ലെങ്കിൽ ടവൽ റോളോ അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കുന്ന എയർ നിറച്ചൊരു ബോൾ യൂസ് ചെയ്യുക. അത് 2 കാലിൻ്റെയും ഇടയിൽ വെച്ച് അത് അകത്തോട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കണം. ഇനി അകത്തോട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു പുള്ള് കൊടുത്തിട്ട് അത് അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ നോക്കണം. ഇതും ഒരു 5 to 10 സെക്കൻഡ് ഇതേ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് റിലാക്സ് ചെയ്യുക. അഗൈൻ ഇതും ഒരു 15 റെപ്പിറ്റേഷൻ ചെയ്യണം. അടുത്ത് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് നിന്നുകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡിങ് നീ ലോക്കാണ്. അതായത് നമ്മളിങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ കാല് ഫുൾ ബാക്കിലോട്ട് പ്രസ് ചെയ്ത് ഈ ഒരു നീ ലോക്ക് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ ഒരു 15 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 15 സെക്കൻഡ് കഴിയുമ്പോൾ കാല് റിലാക്സ് ചെയ്യുക. ഇതാണ് സ്റ്റാൻഡിങ് നീ ലോക്ക്. അടുത്ത് നമ്മുടെ എക്സസൈസ് വരുന്നത് നീ മടക്കുന്നതാണ്. അതായത് നമ്മൾ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സർഫേസിലൊന്ന് ഹോൾഡ് ചെയ്തിട്ട് ഈ കാല് മാക്സിമം എത്ര മടക്കി കൊണ്ടുവരാൻ പറ്റുമോ അത്രയും മടക്കി ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നീക്കുള്ള എക്സസൈസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് വേണ്ടത് ഈ ഓരോ എക്സസൈസിലും ഒരു 10 to 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റണം. അതേപോലെ ഓരോ എക്സസൈസും ഒരു 15 റെപ്പിറ്റേഷൻ വരെ ചെയ്യണം. അത് 2 കാലിലും ചെയ്യണം. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾക്ക് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. എന്നിട്ട് മെല്ലെ മെല്ലെ 10 സെക്കൻഡ്സിലോട്ട് എത്തിക്കുക. അതേപോലെ ഒരു 10 to 15 റെപ്പിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം 5 റെപ്പിറ്റേഷൻ ചെയ്യുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, എന്നിട്ട് അടുത്ത 5 റെപ്പിറ്റേഷൻ ചെയ്യുക. ആ രീതിയിലോട്ട് ചെയ്താൽ മതി. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഈ എക്സസൈസ് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നീ പെയിനിൽ വരും. അപ്പോൾ ഇനി അടുത്തൊരു പെയിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.